ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്, അതായത് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഗുഡ് സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അവരുടെ സ്റ്റഡീസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഡിസിപ്ലിനായിട്ട് ഡിസിപ്ലിൻ അവരുടെ ഒരു രീതി അച്ചടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരത് പാലിക്കുമെന്നുള്ളതാണ്. കാരണം വെച്ചാൽ നല്ലതുപോലെ അച്ചടക്കം, ഒരാളോട് അച്ചടക്കത്തിൽ നടക്കാനും അതുപോലെ പെരുമാറാനും ഒക്കെ അവർ ശ്രമിക്കും. അതേപോലെ അവർക്ക് നല്ലപോലെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും ബഹുമാനത്തോടെ സംസാരിക്കണം. ഇപ്പം മുതിർന്ന ആൾക്കാരായാലും ടീച്ചറായാലും ഇപ്പോൾ നമ്മളെ പോലത്തെ ഉള്ള പ്രായത്തിലുള്ള കുട്ടികളായാലും അവരെ പോലെ പ്രായത്തിലുള്ള കുട്ടികളായാലും ഒക്കെ അവർക്ക് എത്രത്തോളം ബഹുമാനം ഉണ്ട് എന്നുള്ളത് അവരത് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാവും. അത്രത്തോളം അവർ ഇപ്പം നല്ല സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ നല്ല രീതിയിലായിരിക്കും അവരുടെ നടത്തവും കാര്യങ്ങളും പെരുമാറ്റവും ഒരാളോട് സംസാരിക്കേണ്ട രീതിയും അതുപോലെ നല്ല രീതിയിലാണ് അവർ അത് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ അവർക്ക് കൃത്യനിഷ്ഠ, പഞ്ച്വാലിറ്റി വളരെ ഇതാണ്. കൃത്യസമയത്ത് സ്കൂളിൽ എത്തുക, സ്കൂൾ വിട്ട ഉടനെ വേറെ എവിടെയും ചുറ്റിത്തിരിയാതെ നേരെ വീട്ടിലോട്ട് പോവുക. അങ്ങനെയൊക്കെയാണ് നല്ല സ്റ്റുഡൻസിന്റെ ലക്ഷണങ്ങൾ. അതായത് ഒരുപാട് കറങ്ങി അടിക്കാതെ അവരുടെ കാര്യം തന്നെ നോക്കുക. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും അവര്. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ അവര് പഠന ആവശ്യങ്ങൾക്ക്, ഇപ്പൊ ഒരാൾ ക്ലാസ്സിൽ ഒരു കുട്ടി കുറച്ച് വീക്കാ, ചിലപ്പോൾ മാത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജസ് ആയിരിക്കും, ഏതെങ്കിലും സബ്ജക്റ്റ് വീക്ക് ആണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ക്ലാസ് റൂമിൽ തന്നെ അവര് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ചില ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ടീച്ചേഴ്സിനെ ബുക്സ്, ഇപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിൽ ടീച്ചർമാരൊക്കെ ക്ലാസ് വർക്ക് ഒക്കെ നോക്കും. അപ്പൊ അവരെങ്ങനെ എഴുതിയിട്ടുണ്ട് എല്ലാം ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരെ ബുക്സ് ഒക്കെ എടുത്ത് ഇപ്പോ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കുക. അവരങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ ടീച്ചറിന്റെ ഇപ്പൊ ഒരു പേപ്പറൊക്കെ കിട്ടുമ്പോൾ ശരി പേപ്പർ നോക്കിയിട്ട് ചില ടീച്ചർമാരൊക്കെ തിരിച്ചു മേടിക്കാറുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് ടീച്ചർമാർക്ക് തിരിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ഈ നല്ല ഗുഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ അതൊക്കെ ചെയ്യും. പിന്നെ സ്കൂളില് അപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിൽ ഇപ്പൊ ടീച്ചർ ഇല്ലെങ്കിൽ തന്നെ അവര് ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പം എപ്പോഴും നല്ല ഒരു ഇതായിട്ട് ഇപ്പൊ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് ശ്രദ്ധിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അവര് ഒരു ദിവസം പോലും ലീവ് എടുക്കാണ്ട് ക്ലാസ് ഒന്നും മിസ് ചെയ്യാണ്ട് അവർ മാക്സിമം അതിൽ തന്നെ ഇൻവോൾവ് ആയി ഇരിക്കാനായിട്ടും അവർ ശ്രമിക്കും. പിന്നെ അതേപോലെ തന്നെ സംസാരിക്കാൻ, ഇപ്പോ ഓരോ നല്ല ഗുഡ് സ്റ്റുഡൻസിനും ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം എന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയായിരിക്കും. സോ അവർ അതുപോലെ തന്നെ സംസാരിക്കും. സംസാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ടീച്ചറോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു പുതിയൊരാളെ കാണുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉള്ള നല്ല ഗുഡ് സ്റ്റുഡൻസിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അവർ അതേപോലെ തന്നെ അത് അവർ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ അതേപോലെ തന്നെ അവര് ഇരിക്കുന്ന സ്ഥലം കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ അവരുടെ ബുക്സ്, അതായത് പഠിക്കുന്ന ഒരു ടേബിൾ ആണെങ്കിൽ അവരത് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ബുക്സ് ഒക്കെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച്, ഒന്നും വലിച്ചു വാരി ഇടാണ്ട് ബുക്സ് ഒക്കെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച്, പെന്നിന്റെ ഒരു ഇതുണ്ടാവും അതിനകത്തൊക്കെ ഇട്ട് പെന്നിന്റെ ബോക്സിലിട്ട് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സൂക്ഷിക്കും. ആ ഒരു ഏരിയ, പഠിക്കേണ്ട സ്ഥലം അവര് അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കും. പിന്നെ പുസ്തകങ്ങൾ, ഇപ്പൊ അവര് പഠിക്കുന്ന പുസ്തകങ്ങളായപ്പോലും ഓരോരുത്തരുണ്ട് പേര് ബുക്കിൽ കുത്തി വരയ്ക്കുക, ആ ശീലങ്ങളൊന്നും ഇല്ലാണ്ട് ബുക്സ് ഒക്കെ അതുപോലെ ഒരു നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരു ശീലം അവർക്കുണ്ടാവും. പിന്നെ ബിലീവ്, വിശ്വസിക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം കൂടി ഇവർക്കുണ്ട്. എങ്ങനെ വെച്ചാൽ നല്ല വിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും ഭവ്യതയോടെ ചെയ്യാനായിട്ടും ഇവർക്ക് കൊണ്ട് പറ്റും. അപ്പം ഓൾമോസ്റ്റ് ഇതൊക്കെയാണ് ഗുഡ് സ്റ്റുഡൻസിന്റെ ഓരോരോ ലക്ഷണങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൂടാതെ തന്നെ ഇവർക്ക് ഇപ്പോൾ നല്ല മാർക്സ് ഒക്കെ കിട്ടുക. ഇപ്പൊ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടി വീക്ക് ആണെങ്കിൽ ഒരിക്കലും അവരെ ഡീഹൈഡ്രേറ്റ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ അയ്യോ ഇവരിങ്ങനെ പഠിക്കത്തില്ല, അങ്ങനെയൊന്നും അവര് ഒരിക്കലും സംബോധന ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അവര് വന്നിട്ട് ആ കുട്ടി വന്നിട്ട് ഇപ്പൊ പഠിക്കാത്തവരുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ അവർക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ മനസ്സിലാവാത്തത് എന്തുണ്ടെങ്കിൽ അവർ ടീച്ചറിന് പകരമായിട്ട് അവിടെ ഇരുന്ന്
അവർക്ക് പറഞ്ഞൊക്കെ മനസ്സിലാക്കിയൊക്കെ കൊടുക്കും. സോ അപ്പൊ പഠിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇവരിപ്പോ ഫുൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞത്, ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർ പഠിക്കുന്നതുകൊണ്ട് ഇവർക്ക് ബാക്കിയുള്ള സമയമാണെങ്കിൽ മറ്റു കുട്ടികളെയും കൂടി ഇവര് സഹായിക്കുന്നുണ്ടാവും. അപ്പൊ എക്സാം സമയത്തായാലും ഇവർക്കിപ്പോ എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവര് പരീക്ഷയുടെ എല്ലാ ആൻസറും ഓർത്തെഴുതി പെട്ടെന്ന് തന്നെ ഇവര് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇവരെല്ലാം ഒന്നും കൂടെ വായിച്ചു നോക്കാം. നമ്മളാരും ചിലരാരും കണ്ടിട്ടുണ്ട് അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങനെ വായിച്ചു നോക്കാറില്ല. അവരെന്തോ അതിൽ എഴുതി തീർക്കും, അത്രേ ഉള്ളൂ. അപ്പോ പക്ഷെ നല്ല സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഇവര് എഴുതിയിട്ട് ഒന്നും കൂടി നോക്കും, ഞാൻ എഴുതിയത് കറക്റ്റ് ആണോ, എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ എന്ന് നീറ്റ് ആൻഡ് ക്ലീൻ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അവര്, കാരണം അവർക്ക് ഒരു ആൻസർ ഇപ്പൊ എല്ലാവരും ചോദിക്കും ഇതിനുള്ള സമയമൊക്കെ കിട്ടുമോന്ന്. പക്ഷെ കിട്ടും. എങ്ങനെയാന്ന് വെച്ചാൽ ഇവരിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് ഇഷ്യൂ ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ ഉടനെ ഇവരെല്ലാം നോക്കും. ആദ്യമേ ഇപ്പൊ ഇവർക്കെല്ലാം അറിയാവുന്ന ആൻസർ ആണെങ്കിൽ അപ്പൊ തന്നെ എഴുതി തുടങ്ങും. എല്ലാം എഴുതി തുടങ്ങിയിട്ട് ഇവർക്ക് പിന്നെ സമയം കിട്ടും, ബാലൻസ് ഉണ്ടാവും എന്തായാലും. അപ്പൊ ആ സമയത്ത് ഇവര് എല്ലാം ചെക്ക് ചെയ്യും, എല്ലാം എഴുതിയിട്ടുണ്ടോ, ഒന്നും വിട്ടിട്ടില്ലയോ, എഴുതാൻ ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ ഇവരെല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് ഒരു ഷീറ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പൊ ഇവര് ഇപ്പോ പഠിക്കുമ്പോൾ ഏതൊക്കെ പോയിന്റ്സ്, ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പോ മലയാളത്തിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. ഇപ്പൊ ലേഖനം എഴുതുക, അതേപോലെ തന്നെ കുറെ കാര്യങ്ങളുണ്ട്, എസ്സേ റൈറ്റിങ്ങും ഷോർട്ട് നോട്ടും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരാളെ പറ്റി നമ്മള് ഒരു കവിത ആണെങ്കിൽ കവിത എഴുതാനും അങ്ങനെയൊക്കെ. അപ്പൊ അതെല്ലാം അവര് ഓർത്ത് വെക്കും പഠിച്ചിട്ട്, എന്തൊക്കെ പോയിന്റ്സ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലെറ്റർ റൈറ്റിംഗ് ആണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടതും ഫ്രമും ടൂവും ഒക്കെ എവിടെ വരുന്നതെന്നും എല്ലാ കാര്യങ്ങളും ഇവര് അതുപോലെ തന്നെ പാലിച്ച് എഴുതും. പിന്നെ ഇത് നമ്മൾ എങ്ങനെയാ നല്ല സ്റ്റുഡൻസ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ചെറുപ്പം തൊട്ടേ അത് ഒന്നുകിൽ മാതാപിതാക്കൾ, അതായത് നമ്മുടെ പേരൻസ് നമ്മളെ ശീലിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. കുട്ടികൾ ഒരു ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും അവരുടെ ബുക്സ് ഒന്നും നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത്, ഇപ്പം ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ അച്ഛനമ്മമാർ തന്നെയായിരിക്കും നമ്മുടെ പുസ്തകങ്ങളൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുക. കുറച്ചുകൂടി വലിയതാവുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു സെവൻ സ്റ്റാൻഡേർഡ്, 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഒക്കെ ആണെങ്കിൽ അവർ തന്നെ അതിന് ശ്രമിക്കും ബുക്കൊക്കെ നീറ്റായിട്ട് വെക്കാനായിട്ട്. അപ്പൊ അത് നല്ല സ്റ്റുഡൻസിന്റെ അതും ഒരു ലക്ഷണമാണ്. ഓക്കെ, അപ്പൊ അവർ അതുപോലെ നീറ്റായിട്ട് ശ്രമിക്കും. പിന്നെ അത് ആഹാര കാര്യത്തിനായാലും ഫുഡ് കഴിക്കുന്നതാണെങ്കിലും വളരെ ഭവ്യതയോടെ ആയിരിക്കും ഫുഡ് കഴിക്കുക, ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഫുഡ് കഴിക്കുക, എണീക്കുക, അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇവർ തന്നെയാണ് ഈ ഒരു ശീലം. അപ്പൊ മാതാപിതാക്കളാണ് ഇവർക്ക് ഈ ഓരോരോ ശീലങ്ങൾ പഠിപ്പിക്കുന്നത്. ചില കുട്ടികൾ എന്താ പറയാ, ഇപ്പോ ഫുഡ് കഴിക്കാൻ പോലും അവർക്ക് സമയം കിട്ടത്തില്ല. ഇപ്പം ഗുഡ് സ്റ്റുഡൻസിന്റെ ഒരു ലക്ഷണം കൂടിയുണ്ട്, നേരത്തെ എണീക്കുക. ഇപ്പൊ രാവിലെ ഓരോരുത്തർക്ക് ശീലമുണ്ട് 5 മണിക്ക് എണീക്കുക. അതിപ്പോ രാവിലെ എണീറ്റ് നമ്മളിപ്പോ പഠിക്കുവാണ്, ഇപ്പൊ ഓരോരുത്തർക്ക് എന്താ പഠിക്കണമെന്നുണ്ടാവും, ചിലവര് ലേറ്റ് നൈറ്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ നേരം വെളുത്ത്, അതായത് രാവിലെ ഒരു 5 മണിക്ക് ശേഷം അല്ലെങ്കിൽ 4 മണിക്ക് ശേഷം നമ്മൾ എണീറ്റിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പഠിക്കുന്നോ അത് നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് കയറുമെന്നാണ് പറയുന്നത്. സോ അപ്പൊ അത് വളരെ സത്യമുള്ള കാര്യമാണ്. ഓക്കെ, കാരണം ഞാനും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, രാവിലെ എണീറ്റ് ഇന്ന് പഠിക്കുമായിരുന്നു. അപ്പം അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഗുഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ അത് അവരെ ഫോളോ ചെയ്യുമെന്നുള്ളതാണ്. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് രാവിലെ സ്കൂളിലോട്ട് പോകുന്ന സമയത്തുള്ള കാര്യങ്ങൾ വരെ അവരായിരിക്കും ഓരോന്നോരോന്നായി എടുത്തു വെക്കുന്നത്. ഇപ്പം ഇപ്പൊ മാതാവാണെങ്കിൽ അമ്മയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കും, ചില കുട്ടികൾക്ക് അത് എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല, അമ്മമാർ തന്നെ പുറകെ നടന്നു കൊടുക്കും. പക്ഷെ ഈ നല്ല സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കത്തില്ല. ഇപ്പൊ അമ്മയെല്ലാം ഉണ്ടാക്കി അത് എടുത്ത് കഴിക്കും, അത് ടിഫിൻ ബോക്സിലാക്കും, ബാഗിൽ എടുത്ത് വെക്കും, എല്ലാം അവര് സ്വയമേ ചെയ്യാറുണ്ട്. പിന്നെ തല കോമ്പ് ചെയ്യുന്നതും അവരുടെ കാര്യങ്ങളും എല്ലാം അവര് തന്നെ നോക്കാറുണ്ട്. ഇതാണ് നല്ല സ്റ്റുഡൻസിന്റെ ലക്ഷണങ്ങൾ. അത് എങ്ങനെയാന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ അമ്മമാര് തന്നെ അവരെ ശീലിപ്പിക്കുന്നതാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതെല്ലാം അമ്മമാരുടെ കയ്യിലാണ് ഉള്ളത്. കാരണം വെച്ചാൽ അമ്മമാരാണ് ഇപ്പോ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, പഠന കാര്യം എല്ലാ കാര്യങ്ങളും. കാരണം അവർക്ക് പഠിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ അമ്മമാരാണ്. അമ്മമാരിങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ തന്നെയാ തോന്നുന്നത് നിങ്ങൾക്ക് പഠിക്കണം, നല്ല ഒരാളാവണം എന്നുള്ളത്. കാരണം അവർക്ക് ഒരുപാട് അവർക്ക് ഉള്ളിലൊരു പാഷനേറ്റ് കൊണ്ടുവരാനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കണം. അപ്പൊ അവർക്ക് പഠിക്കണം എന്നുള്ള തോന്നൽ അവരിൽ തന്നെ വന്നാലാണ്. ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞാലും നീ എപ്പോ നോക്കിയാലും TV കണ്ടോണ്ടിരിക്കുക, നീ ഒന്നും പഠിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുട്ടികൾ അത് കെയർ ചെയ്യത്തില്ല. അവർക്ക് എപ്പോഴും ഒരു
ഇതായിരിക്കും. അതുകൊണ്ട് ഒരു പറയുന്ന പോലെയൊന്നും അവര് കേൾക്കത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ തന്നെ പഠിക്കണം എന്നുള്ള തോന്നൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ചെറുപ്പം തൊട്ടേ നമ്മളത് ശീലിക്കുക. കാരണം അവർക്ക് ഓരോ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരോട് പറയാ നീ പഠിച്ചാൽ മാത്രമാണ് വലിയൊരാളാവത്തുള്ളൂ. അങ്ങനെയൊക്കെ അവരുടെ ഉള്ളിൽ ആ ഒരു പാഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അവർ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വലിയൊരു ഇതായിട്ട് അവര് എടുക്കും. ഓക്കെ. സോ അപ്പൊ അതാണ് ഇന്നത്തെ ഒരു ചെറിയ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് ആയിരുന്നു ഇത്. ഓക്കെ. നല്ല സ്റ്റുഡൻസിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു സ്പീച്ചിലൂടെ പറഞ്ഞത്. അപ്പോൾ അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം അവരുടെ പഠിത്തത്തെ. കാരണം വെച്ചാല് ഇപ്പൊ ചില കുട്ടികൾ പഠിക്കാൻ പുറകോട്ടായാലും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ആ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഒരിക്കലും കുട്ടികളെ മനസ്സിലെ ബുദ്ധി വെച്ച് കൊടുക്കരുത്. ഇവൻ അവരെക്കാട്ടും നല്ല മാർക്ക് മേടിക്കുന്നു നീ കണ്ടു പഠിക്കുക, അങ്ങനെയൊന്നും നമ്മൾ കുട്ടികളെ ഹരാസ് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലെ ബുദ്ധി വെച്ച് കൊടുക്കാനോ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മൾ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നീ ഇപ്പൊ ഇത്ര മാർക്കാ മേടിച്ചെങ്കിൽ കുഴപ്പമില്ല, നീ ഇത്ര മേടിച്ച പ്രശ്നമില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്കും കുറച്ചും കൂടി മേടിക്കണം എന്ന് പറയുകയാണെങ്കിൽ അവർക്കും അതൊരു ഇതായിരിക്കും. അങ്ങനെയാണ് അവരെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇപ്പോൾ കുട്ടികളുടെ മനസ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ നല്ലതുപോലെ നമ്മളെ കുട്ടിയെ എത്രത്തോളം പഠിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മുടെ മാതാവാണ്, നമ്മളാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവരെ ഓരോ നീക്കങ്ങളും ചലനങ്ങളും നമ്മളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ചില കുട്ടികൾ നീ ഇത് പഠിക്കുന്നില്ല, നിനക്കിത് എന്താ പഠിച്ചെന്ന് വെച്ചാൽ അടിച്ച് പഠിപ്പിച്ചിട്ടൊന്നും നമ്മൾ അങ്ങനെ ചെയ്യരുത്. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എങ്കിലേ മാത്രമാണ് നമുക്ക് നല്ല സ്റ്റുഡന്റ് ആവാനായിട്ട് പറ്റുന്നത്. നല്ല കുട്ടികളായിട്ടും സ്കൂളിൽ നല്ല ഇപ്പൊ ടീച്ചർമാരൊക്കെ നല്ല അഭിപ്രായം പറയുന്നെങ്കിൽ വീട്ടിലിരിക്കുന്ന നമ്മൾ മാതാപിതാക്കളാണ് അവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ അത് പഠിക്കുന്നില്ല, ഇത് മനസ്സിലാവുന്നില്ല, നിങ്ങൾ നിന്റെ തലലോട്ട് കയറുന്നില്ല, എത്ര പ്രാവശ്യം ഞാൻ പറയണം എന്നൊക്കെ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇവരോട് നമ്മൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറയാ. പഠിച്ചിട്ട് ഇവരോട് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ് മനസ്സിലാകത്തില്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് ശരിക്കും നമ്മൾ മെനക്കെടുക. നമ്മൾ മെനക്കെട്ടാലാണ് പിന്നീട് കുട്ടികൾക്ക് തന്നെ അത് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. നമ്മളത് ശീലങ്ങൾ ചെറുപ്പം തൊട്ട് അവരിപ്പോ സ്കൂളിൽ വിടുന്ന ആ ഒരു സമയം തൊട്ട് നമ്മൾ അവരെ വളർത്തിയെടുക്കുക എന്നുള്ളത്. ഇതേപോലത്തെ ശീലങ്ങളൊക്കെ ശീലിപ്പിക്കുക. രാവിലെ നേരത്തെ എണീക്കാനായിട്ട് നമ്മൾ തന്നെ ശീലിപ്പിക്കുക. എങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു നടനായിരിക്കും. അവർക്ക് ഭാവിയിൽ നല്ല ഒരു ആളാവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഈ ഒരു ശീലങ്ങളൊക്കെ കൊണ്ട് രാവിലെ എണീക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ എനിക്ക് ഇപ്പത്തെ തലമുറയിൽ അങ്ങനെയില്ല. പേരൻസിനോട് പറയാനുള്ളത് കുട്ടികളെ രാവിലെ എണീപ്പിക്കുക എന്നുള്ള നല്ലൊരു ശീലം. പിന്നെ അവർക്ക് പഞ്ച്വാലിറ്റി, അതായത് കൃത്യനിഷ്ഠയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഡിസിപ്ലിനും ബിഹേവിയറും ഇതൊക്കെ നമ്മൾ മുതിർന്ന ആൾക്കാരാണ് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഒരാളെ കാണുമ്പോൾ എണീറ്റ് നിന്ന് റെസ്പെക്ട് ചെയ്യാനും ഒക്കെ നമ്മൾ അവരെ പഠിപ്പിക്കുമ്പോൾ അത് നല്ല കുട്ടികൾ അതുപോലെ ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും നല്ലൊരു കുട്ടിയാവും. ഭാവിയിലും അവർക്ക് നല്ല ഒരു ഭാവി ഉണ്ടാവുക തന്നെ ചെയ്യും. വലിയ ആളായി എല്ലാവരും തിരിച്ച് അവരെ ബഹുമാനിക്കും. ഇപ്പോ കുട്ടികൾ മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കും എല്ലാം ചെയ്യുമ്പോൾ അവര് വലിയൊരാളാവുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും ആ ഒരു ബഹുമാനം കിട്ടും. അപ്പൊ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്നതുപോലെയാണ്, അപ്പോഴാണ് ഗുഡ് സ്റ്റുഡൻസ് ആവുന്നത്. ഓക്കെ. അല്ലാതെ നീ അവരെ കണ്ടു പഠിക്കുക, അവൻ നല്ല കുട്ടിയാണ്, നോക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നീ നിനക്ക് എന്താ ചെയ്തതെന്ന് പറയുന്നതിന് പകരം അവർക്ക് അതുപോലെ ട്രെയിൻ ചെയ്യുക. അപ്പൊ കുട്ടികളെല്ലാം നമ്മൾ ചെറുപ്പത്തിൽ എന്തൊക്കെ ശീലിക്കുന്നുണ്ടോ അതാണ് നമ്മൾ വലിയ തോറും നമ്മുടെ സ്വഭാവത്തിലും അതാ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പീച്ച് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ഇതേപോലെ സജഷൻസോ എന്തെങ്കിലും സ്പീച്ചിന്റെ കാര്യമോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ എൻ്റെ ആദ്യത്തെ ചാനലിനെ പറ്റി ഞാൻ പറയാറുണ്ടല്ലോ, അത് ഇംഗ്ലീഷിന്റെ ചാനലാണ്, സ്പോക്കൺ ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ആ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ ആയിട്ട് നമ്പർ പിൻ ചെയ്ത് വെക്കാറുണ്ട്. നിങ്ങൾ ഏതെങ്കിലും എൻ്റെ വീഡിയോസ് ക്ലാസ്സുകൾ കേൾക്കുവാണെങ്കിൽ അതിൽ തന്നെ നമ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വിളിച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പൊ ഞാൻ ക്ലാസ്സുകളൊക്കെ പറയുന്നതായിരിക്കും. അപ്പൊ ഓൺലൈനുമായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകളുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അപ്പൊ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു സ്പീച്ച് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള
കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ് ഇതുപോലത്തെ സ്പീച്ചായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.